ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിൽ ഒരു സീറോ നോളജ് ആണെങ്കിൽ കൂടിയും, അതായത് നമുക്ക് മാർക്കറ്റിൽ വലിയ നോളജ് ഒന്നുമില്ല, ബിഗിനറായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ കൂടിയും നമ്മൾക്ക് എങ്ങനെ ഒരു സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാം, അതിനെ സഹായിക്കുന്ന ഒരു നല്ലൊരു ചാർട്ടിനെ കുറിച്ചാണ്. അതായത് നമുക്ക് കണ്ണും പൂട്ടി ഈ ചാർട്ടിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ ചാർട്ട്, അതെങ്ങനെ ഉപയോഗിക്കണം, ആ ചാർട്ട് ഉപയോഗിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെങ്കോ ചാർട്ടാണ്. സോ ഈ റെങ്കോ ചാർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് HCL ടെക്നോളജീസിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഇത് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിനകത്തുള്ള ഓരോ സിഗ്നൽ, ഓരോ ക്യാൻഡിലും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ ഹാമർ, ഡോജി, ഇങ്ങനെയുള്ള പല പല ടെക്നിക്കലായിട്ടുള്ള ടേംസൊക്കെ നമുക്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ആക്ഷനെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് പോസിബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് മാർക്കറ്റ് നടക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്നും വലിയ അറിവില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ചാർട്ടിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. ചാർട്ട് പ്രോപ്പർട്ടീസിലേക്ക് പോയിട്ട് സ്റ്റൈൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽസ് എന്ന് കാണുവാൻ സാധിക്കും. ഈ ക്യാൻഡിൽസിനെ നമ്മൾ റെങ്കോയിലേക്ക് മാറ്റുക. സോ നമ്മൾ റെങ്കോയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ബ്ലോക്സുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അത് ഒരു ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ബ്ലോക്സുകൾ കുറേ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ബ്ലോക്സും ക്യാൻഡിൽസ് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രീൻ ബ്ലോക്സുകൾ സൂചിപ്പിക്കുന്നത് ഒരു അപ്പ് ട്രെൻഡും റെഡ് ബ്ലോക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡുമാണ്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട്, അല്ലെങ്കിൽ വലിയ നോയ്സ് ഒന്നുമില്ല, വലിയ എററൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ചാർട്ട് ഇവിടെ പ്ലോട്ടായിട്ട് കിട്ടും. അപ്പം ഇതിനകത്തുള്ള ഓരോ ബ്ലോക്കുകളും സൂചിപ്പിക്കുന്നത് പ്രൈസിനെയാണ്. അപ്പോൾ ഈ ഓരോ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ട് ചാർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ATR വെച്ചിട്ടുള്ള, അതായത് ആവറേജ് ട്രൂ റേഞ്ച് വെച്ചിട്ടുള്ള ചാർട്ടായിരിക്കും പ്ലോട്ട് ആവുക. അപ്പം ആവറേജ് ട്രൂ റേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ സൂപ്പർ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതല്ല നമുക്ക് പ്രൈസുകൾ വെച്ച്, അതായത് നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫോൾട്ട് പ്രൈസ് വെച്ചിട്ടുള്ളത്, അതായത് 0.74 അല്ലെങ്കിൽ 1 രൂപ, 2 രൂപ അങ്ങനെയുള്ള പ്രൈസ് വെച്ചിട്ടായിരിക്കും കാണിക്കുക. അത് നമുക്കൊരു ഫിക്സഡ് പ്രൈസിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ഈ ചാർട്ട് സെറ്റിങ്സിൽ പോയിട്ട് ബോക്സ് സൈസ് അലൈൻമെൻറ്റ് മെത്തേഡ് അത് നമ്മൾ ട്രഡീഷണലിലേക്ക് മാറ്റുക. ട്രഡീഷണലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ബോക്സിൻ്റെ സൈസ് ചോദിക്കും. ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 1 രൂപ, അതായത് ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ, അങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. സോ ഇപ്പോൾ ഞാൻ ഡിഫോൾട്ടായിട്ട് 1 രൂപ, ഇവിടെ ഞാനിപ്പോൾ 1 രൂപയിലേക്ക് കൊടുക്കുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ള രൂപയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ രൂപയുടെയും, അതായത് ഇപ്പോൾ നമ്മൾ 1 രൂപ വ്യത്യാസം വരുന്നതനുസരിച്ച് ഓരോ ബ്ലോക്കുകൾ പ്ലോട്ടാവും. ഇപ്പോൾ അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം 596 597 ആകുമ്പോൾ 596 97 ഒരു ബ്ലോക്ക് പ്ലോട്ടാവും. 97 98 പോകുമ്പോൾ അടുത്ത ബ്ലോക്കുകൾ പ്ലോട്ടാവും. അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോഴും ഇതേ രീതിയിൽ ബ്ലോക്കുകൾ പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രൈസിൻ്റെ ഒരു ചാർട്ട് മാത്രമായിട്ട് ഇവിടെ കിട്ടും. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാർട്ടാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് പ്രൈസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട്, റെസിസ്റ്റൻസ് സോൺസൊക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് ട്രെൻഡിലേക്ക് പോകുന്ന ചാർട്ടാണെങ്കിൽ അപ്പ് ട്രെൻഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഗ്രീൻ ക്യാൻഡിൽ പ്ലോട്ടായി അടുത്തൊരു കൺഫർമേഷൻ നോക്കുക. അടുത്ത് വരുന്ന ക്യാൻഡിലും ഗ്രീൻ ആണോ നോക്കുക. സോ അടുത്തൊരു ഗ്രീൻ ബ്ലോക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ബ്ലോക്കിൽ എൻട്രി കൊടുക്കാം. സോ ആ ബ്ലോക്കിൽ ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ക്യാൻഡിൽ, 3 അല്ലെങ്കിൽ 4 ബ്ലോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. സോ യൂഷ്വലായിട്ട് എല്ലാവരും 4 ബ്ലോക്കിൽ 5 ബ്ലോക്കിലൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോഴും ആദ്യത്തെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ നമുക്ക് എൻട്രി കൊടുക്കാം. അതിനുശേഷം ഒരു 4-5 ക്യാൻഡിലിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടാം. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ നോക്കുമ്പോൾ ഒരു 1 അല്ലെങ്കിൽ 2 ക്യാൻഡിലിൽ സ്റ്റോപ്പ് ലോസ് ഇടാൻ ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചാർട്ടിൽ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സക്സസ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് സക്സസ് റേഷ്യോ കൂട്ടാനായിട്ട്
നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് സെക്ഷനിൽ പോയിട്ട് ആദ്യമേ മൂവിങ് ആവറേജ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. മൂവിങ് ആവറേജ് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ആവറേജ് മൂവിങ്, അതായത് ആ സ്റ്റോക്കിൻ്റെ ഒരു മൂവിങ് എങ്ങോട്ടാണെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ലൈൻ പ്ലോട്ടാവും. ഒപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ഓൺ ബാലൻസ് വോളിയം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്കറ്റിലുള്ള വോളിയത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൂവിങ് ആവറേജിൻ്റെ ഒരു അപ് ട്രെൻഡിലാണ്, അതായത് ഒരു ബൈ കോളിനാണ് പോകുന്നതെങ്കിൽ ഈ മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് ബ്ലോക്ക് കയറുമ്പോൾ ആ ഒരു ബ്ലോക്ക് കയറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ആവറേജിന് മുകളിലേക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബൈ കോളിന് പോകുന്നത് കുറച്ചുകൂടി സേഫർ സൈഡായിരിക്കും. അപ്പോൾ ആ മൂവിങ് ആവറേജിന് മുകളിലുള്ള ഒരു ഇതാകുമ്പോൾ നമുക്ക് ബൈ കോളിൽ പോകാം. ആ മൂവിങ് ആവറേജിന് താഴേക്ക് വരുന്നത് വരെ നമുക്കത് വേണമെങ്കിൽ ഒരു ബൈ ഓപ്ഷൻ തന്നെയായിട്ട് വെക്കാൻ സാധിക്കും. സോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ എക്സിറ്റിന് കൊടുക്കാം. അതുപോലെ തന്നെ ബിയറിഷ് ആണെങ്കിൽ, അതായത് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ മൂവിങ് ആവറേജിന് താഴെ സ്റ്റോക്ക് എത്തിക്കഴിയുമ്പോൾ, ആ ബ്ലോക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എൻട്രി കൊടുക്കാം. മൂവിങ് ആവറേജിന് താഴെ ഇരിക്കുന്നത് വരെ നമുക്ക് അത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എപ്പോഴാണോ മൂവിങ് ആവറേജിന് മുകളിലേക്ക്, അതായത് റിവേഴ്സിൽ വരുന്നത്, ആ സമയത്ത് നമുക്ക് എക്സിറ്റ് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ബാലൻസ്, അതായത് ബാലൻസ് വോളിയം എത്രയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ബാലൻസ് വോളിയം നമുക്ക് ഇവിടെ നോക്കിയിട്ട് ഒരു നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു വോളിയം കാണിക്കുന്നുണ്ടെങ്കിൽ, അപ് ട്രെൻഡ് ആണെങ്കിലും ഡൗൺ ട്രെൻഡ് ആണെങ്കിലും, അപ് ട്രെൻഡ് ആണെങ്കിൽ ഒരു ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ബാലൻസ് വോളിയം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. അതായത് ഒരു അപ് ട്രെൻഡിനുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ. അതേപോലെ തന്നെ താഴേക്കുള്ളതിനും ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഓൺ ബാലൻസ് വോളിയം കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഓൺ ബാലൻസ് വോളിയം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഡൗൺ ട്രെൻഡിനുള്ളൊരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തുള്ള നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. മറ്റേ നമ്മൾ ടെക്നിക്കൽ ചാർട്ട് നോക്കുന്നത് പോലെ, അതായത് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് നോക്കുന്നത് പോലെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന രീതിയിലൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ടിംഗ് ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിങ്ങിനാണെങ്കിലും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനാണെങ്കിലും അതുപോലെ ഡേ ട്രേഡിങ്ങിന് ഏത് കേസിലും നമുക്കിത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അതായത് നമുക്ക് വലിയ നോളജ് ഇല്ലെങ്കിൽ കൂടിയും നമുക്കിത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജസ്റ്റ് പ്രൈസ് ബ്ലോക്കുകൾ മാത്രം പ്ലോട്ട് ആകുന്നതുകൊണ്ട് പ്രൈസ് ഡിറ്റർമിനേഷൻ നമുക്ക് ഈസി ആയിട്ട് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് നോയ്സ് വളരെ കുറവാണെന്ന് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഓവർ ട്രേഡിങ്, അതായത് നമ്മുടെ ഡിസിഷൻ തെറ്റിപ്പോകുന്നത് കൊണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ട്രേഡിംഗ് എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ റെങ്കോ ചാർട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു വിർച്വൽ ട്രേഡിംഗ് നടത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഇങ്ങനെ ഒരു പേപ്പർ ട്രേഡിംഗ് നടത്തിയിട്ട് ഈ റെങ്കോ ചാർട്ട് നിങ്ങൾക്ക് എത്രമാത്രം കംഫർട്ടബിളായി മാറുന്നു എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ റിയൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.